നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 തീയതി വെള്ളിയാഴ്ച നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഓഗസ്റ്റ് 14 തീയതിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. രണ്ടാമത് ആദിപൂരമാണ്. മൂന്നാമതായിട്ട് മൂന്നാംപിറ ദർശനം ലഭിക്കുന്ന ദിവസം കൂടിയാണ്. ഇത് കൂടാതെ നമുക്കിത് കർക്കിടക മാസമാണെങ്കിൽ പോലും ഹിന്ദു കലണ്ടർ പ്രകാരം ശ്രാവണ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ചകൾക്ക് സമ്പത്ത് ശുക്രവാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രാവണ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മറ്റു പല സ്റ്റേറ്റിലും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൈഡേ ആണ് നമുക്കിനി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ ഞാനിവിടെ പറയുന്ന നാമങ്ങളെങ്കിലും ഈ ഒരു ദിവസം ഈ പറയുന്ന സമയത്ത് ചൊല്ലാനെങ്കിലും ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കർക്കിടകത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു. മാത്രമല്ല ആദിപൂരം കൂടിയാണ്. എന്താണ് ആദിപൂരം എന്ന് പറഞ്ഞാൽ, ആദിപൂരത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത് ആണ്ടാൾ നാച്ചിയാർ അവതരിച്ച ദിവസമാണ് ആദിപൂരം എന്നാണ്. ആരാണ് ആണ്ടാൾ നാച്ചിയാർ എന്ന് പറഞ്ഞാൽ, മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് ആണ്ടാളമ്മയെ കാണുന്നത്. ആണ്ടാളമ്മ ഒരു വൃന്ദാവനത്തിൽ, അതായത് തുളസിച്ചെടിയുടെ ചുവട്ടിൽ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. മഹാലക്ഷ്മി പാൽക്കടലിൽ മാത്രമല്ല ഭൂമിയിലും അവതരിച്ചു എന്നുള്ളതാണ് ആണ്ടാളമ്മയുടെ അവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, പാർവതി ദേവി ഭൂമിയിൽ അവതരിച്ച ദിവസവും ഈ ആദിപൂരമാണ് എന്നാണ് വിശ്വാസം. മൂന്നാമതായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ സീമന്തം നടന്ന ദിവസമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ദേവിക്ക് വളകളൊക്കെ സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസം നമുക്ക് പാർവതി ദേവിക്ക് വളകൾ സമർപ്പിച്ചുകൊണ്ട് ഏത് നാമമാണ് ചൊല്ലേണ്ടത്, അതുപോലെ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഈ ദിവസം ഏത് നാമമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പൂരം നക്ഷത്രം നമുക്ക് ഓഗസ്റ്റ് 14 തീയതി വെള്ളിയാഴ്ച അതികാലെ 4:33 തന്നെ ആരംഭിക്കുന്നുണ്ട്. അന്ന് രാത്രി വരെയും, അതായത് അടുത്ത ദിവസം അതികാലെ വരെ പൂരം നക്ഷത്രം ഉള്ളത് കൊണ്ട് തന്നെ പൂരം നക്ഷത്രത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള പൂജകൾ നമുക്ക് ഈ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രന്റെ നക്ഷത്രം കൂടിയാണ്. അതായത് ഭരണി, പൂരം, പൂരാടം ഈ 3 നക്ഷത്രങ്ങളും ശുക്രന്റെ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുമ്പോൾ മഹാലക്ഷ്മി പൂജയ്ക്ക് വളരെ വളരെ ശ്രേഷ്ഠവുമാണ്. ആദ്യം പൂരം നക്ഷത്രത്തിൽ പാർവതി ദേവിയെ നമ്മൾ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വാഴയിലയോ അല്ലെങ്കിൽ ചെറിയ ഒരു പലകയോ എടുക്കുക. പീഠം, തടി കൊണ്ടുള്ള ഒരു പീഠമോ എടുത്ത് അതിന് പുറത്ത് ഒരു റെഡ് കളർ തുണിയാണ് വിരിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പൂജയ്ക്ക് വേണ്ടി നമ്മൾ റെഡ് കളർ തുണി വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കാം. കോട്ടനോ അല്ലെങ്കിൽ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ നമുക്ക് പട്ടുവസ്ത്രം ഉണ്ടെങ്കിൽ പട്ടുവസ്ത്രം, ഏതാണോ നമുക്കുള്ളത്, ഒരു റെഡ് ക്ലോത്ത് വിരിച്ച് അതിന് പുറത്ത് കുറച്ച് പച്ചരി ഇട്ട് നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മിയുടെയോ പാർവതി ദേവിയുടെയോ ഏത് ദേവിമാരുടെ ഫോട്ടോ ആണെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. മഹാലക്ഷ്മിയുടെ ഫോട്ടോ തന്നെ വെക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു റെഡ് കളർ വസ്ത്രം വിരിച്ച് അതിന് പുറത്ത് കുറച്ച് പച്ചരി ഇട്ട് അതിന് മുകളിലായിട്ടാണ് ദേവിയുടെ ഫോട്ടോ വെക്കുന്നത്. ഇനി ദേവിക്ക് അലങ്കാരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ല മുല്ലപ്പൂ കൊണ്ടുള്ള മാലയൊക്കെ ചാർത്തണം. ആദ്യം തന്നെ ദേവിയുടെ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കി വെക്കുക. സാധാരണ നമ്മൾ ഫോട്ടോ തുടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടാറുണ്ട്. ഇപ്പോൾ നമ്മൾ സീമന്തമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ദേവിക്ക് പൂമാലയൊക്കെ ചാർത്തി ഞാൻ ഈ പറഞ്ഞതുപോലെ പച്ചരിയിൽ വെച്ചതിന് ശേഷം ദേവിയുടെ മുന്നിൽ കുറച്ച് വളകൾ കൂടി വെക്കുക. പിന്നെ അതിനടുത്തായിട്ട് കുറച്ച് മഞ്ഞളും കുങ്കുമവും ചന്ദനവും റെഡിയാക്കി വെക്കണം. ഇത് നമുക്ക് പൊട്ടു തൊടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആദ്യം ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കുക. മഞ്ഞൾ ഗണപതിക്ക് കുറച്ച് കറുക സമർപ്പിച്ച് ഓം ഗം ഗണപതേ നമ എന്ന് 11 തവണയോ 3 തവണയോ ചൊല്ലി പൂജ തുടങ്ങാവുന്നതാണ്.
മഞ്ഞൾ ഗണപതിയെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പൂജ കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതൊന്ന് പോയി കണ്ടാൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ സിൽവറിന്റെ ഗണപതി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കുന്നതാണ് ശ്രേഷ്ഠമെങ്കിലും സിൽവർ ഗണപതി ഉണ്ട്, മഞ്ഞൾ ഗണപതി ഉണ്ടാക്കാനുള്ള സമയമില്ല എന്നുള്ളവർക്ക് സിൽവർ ഗണപതിയെ വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഗണപതി പൂജ ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞളിൽ കുറച്ച് റോസ് വാട്ടർ, 1-2 തുള്ളി റോസ് വാട്ടർ ഒഴിച്ച്, ചന്ദനപ്പൊടിയാണെങ്കിൽ അതിലും റോസ് വാട്ടർ ഒഴിച്ച് ആദ്യം ദേവിക്ക് അത് കുഴച്ച് ദേവിയുടെ പാദങ്ങളിൽ, ആ ഫോട്ടോയിലുള്ള ദേവിയുടെ പാദങ്ങളിൽ മഞ്ഞൾ, ചന്ദനം, കുങ്കുമം കൊണ്ട് പൊട്ടുവെക്കണം. അതിനുശേഷം ദേവിയുടെ കൈകളിൽ, മൂന്നാമതായി ദേവിയുടെ നെറ്റിയിൽ. അപ്പോൾ ദേവിക്ക് നമ്മൾ സീമന്തമാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചന്ദനവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് ദേവിക്ക് പൊട്ടു തൊടുന്നത്. അതാണ് ആദ്യത്തെ ഒരു പ്രൊസീജിയർ. ഇതിനെ നളുങ്ക് എന്നാണ് പറയാറുള്ളത്. ഈ ഒരു പൊട്ടു തൊടുന്നതിനെ നളുങ്ക് തൊടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേവിക്ക് വളകളാണ് സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ സാധാരണ സീമന്തം ചെയ്യുന്നവരുടെ കയ്യിലേക്ക് വളകളാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ദേവിക്ക് 1 ഡസൻ വള വാങ്ങി ഒരു പ്ലേറ്റിൽ വെച്ച് ദേവിയുടെ മുന്നിൽ വെക്കാം. വളകൾ മാലയായി കോർക്കാൻ അറിയാവുന്നവർക്ക് വളകൾ എങ്ങനെയാണ് മാലയായി കോർക്കുന്നത് എന്നൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരുപാട് പേർ വള എങ്ങനെയാണ് മാലയായിട്ട് കെട്ടേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളൻ നൂലുകൊണ്ട് വളകൾ കെട്ടുകയാണെങ്കിൽ നല്ലതുപോലെ കാണാനും ഭംഗിയായിരിക്കും, അത് നല്ലതുപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നോക്കി ചെയ്യാൻ സാധിക്കുമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ 1 ഡസൻ വള വാങ്ങി ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചാൽ മതി. ഈ ദിവസം നമുക്ക് ശർക്കര പൊങ്കലോ പാൽപായസമോ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാവുന്നതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്നതിനും ഇതിനും ഒന്നിച്ചു തന്നെ നമുക്ക് നിവേദ്യം സമർപ്പിച്ചാൽ മതി. പാർവതീ ദേവിക്ക് വളകൾ സമർപ്പിച്ചിട്ട് ചൊല്ലേണ്ട നാമം ഓം ശക്തി ഓം, ഓം ശക്തി ഓം. ഈ ഒരു നാമം 54 തവണ ചൊല്ലിയതിന് ശേഷം നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. മഹാലക്ഷ്മിക്ക് 27 ഏലക്ക കൊണ്ട് അർച്ചന ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം അഷ്ടകം, അഷ്ടോത്തരം നിങ്ങൾ എങ്ങനെയാണോ സാധാരണ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. അതിനോടൊപ്പം പൂരം നക്ഷത്രമായതുകൊണ്ട് തന്നെ അരിപ്പൊടി കൊണ്ടൊരു ട്രയാങ്കിൾ വരച്ച് ആ ട്രയാങ്കിളിന് നടുക്കായിട്ട് ഒരു ലക്ഷ്മി വിളക്ക് കൊളുത്തി ശ്രീസൂക്ത പാരായണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രീസൂക്തം പാരായണം ചെയ്യുമ്പോൾ ആ വിളക്കാണ് നമ്മൾ മഹാലക്ഷ്മിയായി കാണുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂക്കളും തുളസി ഇലകളും കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ഓരോ 4 വരികൾ കഴിയുമ്പോൾ ശ്രീസൂക്തം ചൊല്ലാൻ അറിയാമെന്നുള്ളവർക്ക് ചൊല്ലാവുന്നതാണ്, അല്ലെങ്കിൽ കേൾക്കുക. ഓരോ 4 വരികൾ കഴിയുമ്പോഴും തുളസി ഇലകളോ അല്ലെങ്കിൽ മുല്ലപ്പൂക്കളോ സമർപ്പിക്കുക. വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും ഒന്നിച്ചു വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ട്രയാങ്കിൾ വരച്ച് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചൊല്ലിയ നാമമല്ല ഇപ്രാവശ്യം ചൊല്ലുന്നത്. ഇപ്രാവശ്യം നമ്മൾ ശ്രീ സൂക്തമാണ് ചൊല്ലുന്നത്. അപ്പോൾ ലക്ഷ്മി പൂജയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. സാധാരണ നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും നട്ട്സ് സമർപ്പിക്കാറുണ്ട്, അത് സമർപ്പിക്കണം. അതിനോടൊപ്പം ഫ്രൂട്ട്സ്, പഴം, വെറ്റിലപ്പാക്ക്, പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും അതൊക്കെ വെക്കാം. പാൽപായസമോ ശർക്കര പൊങ്കലോ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. മഹാലക്ഷ്മിക്കും പാർവതീ ദേവിക്കും നമുക്ക് ഒന്നിച്ചു തന്നെ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ആദ്യം 2 അഗർബത്തി എടുത്ത് ധൂപ ആരതി എടുക്കുക. അതിനുശേഷം ഒരു തിരിയെടുത്ത് നെയ്യിൽ മുക്കിയിട്ട് അത് ദീപ ആരതി എടുക്കുക. എന്നിട്ട് നിവേദ്യം സമർപ്പിക്കുക. നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതി എടുത്ത് 3 തവണ സ്വയം പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക. നമ്മുടെ ഈ ഒരു പൂജയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. വിവാഹം നടക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പൂജ, അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ പീഠം വെച്ച് അതിന് പുറത്തൊരു ചുവന്ന തുണിയിട്ട് അതിന് പുറത്ത് ദേവിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൂജ ഹാളിൽ ചെയ്തിട്ട് ആ ഫോട്ടോ മാറ്റിയിട്ട്, പൂജ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ മാറ്റിയിട്ട് വിവാഹപ്രായമെത്തിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മംഗല്യ ഭാഗ്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവരെ അവിടെ ഇരുത്തുക. ആ റെഡ് കളർ തുണിയുടെ പുറത്ത് ഇരുത്തിയിട്ട് നമ്മൾ ദേവിക്ക്
വെച്ച് ആ ചന്ദനവും കുങ്കുമവും അതുപോലെ തന്നെ മഞ്ഞളും ബാക്കിയുള്ളത് അവർക്ക് തൊട്ടു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കാം. ഇത് വളരെ പെട്ടെന്ന് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ദേവിയോട് വളയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി വീട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നാമങ്ങളൊക്കെ ചൊല്ലുക. അടുത്തുള്ള ഗോശാലയിൽ പോയി ഗോപൂജ ചെയ്ത്, അതായത് പശുവും കിടാവിനെയും ഒന്നിച്ചു നിർത്തി പൂജയൊക്കെ ചെയ്ത് വാലിൽ തൊട്ട് തൊഴുത് പശുവിന് ശർക്കര, പഴം, മാതളം, പുല്ല് ഇതൊക്കെ സമർപ്പിച്ച് അതിനുശേഷം മൂന്നാംപിറ ദർശനം കൂടി കണ്ട് ചന്ദ്രഭഗവാനോട് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. ഗോപൂജ ചെയ്തതിന് ശേഷം നമുക്ക് ചന്ദ്രദർശനം ലഭിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനോട് എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നാളെ സന്ധ്യയ്ക്ക് 6:46 തൃതീയ തിഥി തുടങ്ങും. തൃതീയ തിഥിയിൽ മൂന്നാംപിറ ദർശനം നടത്തുന്നത് വളരെ വളരെ നല്ലതാണ്. നാളത്തെ മൂന്നാംപിറ ദർശനത്തിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി 7 മണി മുതൽ 8 മണി വരെയുള്ള സമയമാണ്. സ്ത്രീകളാണെങ്കിൽ വൈകുന്നേരം കുളിക്കുമ്പോൾ മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച്, മുഖത്തൊക്കെ കുറച്ച് മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച്, നമ്മുടെ മുഖത്തപ്പോൾ ആ മഞ്ഞളിന്റെ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്തുണ്ടായിരിക്കും. ആ ഒരു മുഖത്തോടു കൂടി ചന്ദ്രദർശനം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവീ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിച്ചിട്ട് മൂന്നാംപിറ ദർശനം നടത്തുന്നതും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഏതാണോ സാധിക്കുന്നത് അതുപോലെ ചെയ്യുക. ഗോപൂജ ചെയ്തിട്ട് മൂന്നാംപിറ ദർശനം നടത്താനാണ് സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദേവിയെ ദർശനം നടത്തിയിട്ട് ചന്ദ്രനെ ദർശിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് 8 മണിക്കുള്ളിലാണ് ചന്ദ്രദർശനം നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും. വെള്ളിയാഴ്ച മൂന്നാംപിറ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള സുഖഭോഗങ്ങളും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുശേഷം 8 മണിക്ക് ശേഷം ഈ പറഞ്ഞ പൂജകളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. സന്ധ്യയ്ക്ക് പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് രാവിലെ ചെയ്യാവുന്നതാണ്. കാരണം രാവിലെ മുതൽ പൂരം നക്ഷത്രമുണ്ട് നമുക്ക്. അതുകൊണ്ട് രാവിലെ 11 മണി വരെയുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. ശുക്രഹോര സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കുന്നവർ ശുക്രഹോര സമയം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ചെയ്താൽ മതി. ദേവിക്ക് വളകൾ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലേണ്ട നാമവും അതുപോലെ മഹാലക്ഷ്മിക്ക് ട്രയാങ്കിൾ വരച്ച് നടുക്കൊരു ദീപം കൊളുത്തി ചൊല്ലേണ്ട നാമത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.